നമസ്കാരം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുരാരി ബാബു ആദ്യം പുറത്തിറങ്ങി, പിന്നെ ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവരൊക്കെ പുറത്തിറങ്ങി. അപ്പോൾ മുരാരി ബാബുവിൻ്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള വീട്ടിൽ SIT പരിശോധിച്ച സമയത്ത് അവിടെ സ്വത്ത് വിവരം സംബന്ധിച്ച ചില രേഖകൾ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ED ചോദ്യം ചെയ്തിരുന്നത്. ഇന്നലെ രാവിലെ 10 മണി മുതൽ ഏറെ വൈകി വരെ ED ചോദ്യം ചെയ്തു. കൂടുതൽ രേഖകൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇനി അത് അറസ്റ്റിലേക്ക് നീങ്ങുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് കിട്ടിയ വിവരം. അപ്പോൾ ഈ മുരാരി ബാബുവിനെ അതേപോലെ മറ്റുള്ളവരെയും ഇപ്പൊ ED ചോദ്യം ചെയ്താൽ ഇതിന്റെ രീതി, അതായത് EDയുടെ രീതി എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്? മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ED വന്നിരിക്കുന്നത്, EDയും SITയും പിണറായി വിജയൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനാണ്. ഇതിനു മുമ്പ് ED വന്ന് നടത്തിയ എല്ലാ അന്വേഷണവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണെങ്കിലും, കൊള്ളക്കടത്ത് ഈ സ്വർണ്ണക്കൊള്ളയല്ല, കള്ളക്കടത്ത് കേസാണെങ്കിലും, സ്വപ്ന സുരേഷൊക്കെ ഉൾപ്പെട്ട, ശിവശങ്കറൊക്കെ ഉൾപ്പെട്ട കള്ളക്കട എല്ലാം പിണറായി ആ കേസ് മുമ്പോട്ട് പോകാതെ ഒന്നുകിൽ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തുക, അല്ലെങ്കിൽ തെളിവുകൾ എല്ലാം കത്തിക്കളയത്തക്ക രീതിയിൽ തെളിവുകൾ ഉപേക്ഷിച്ചിട്ട് പോവുക. ഇതാണ് EDയുടെ കേരളത്തിലെ അന്വേഷണ രീതി, ഇതുവരെയുള്ള അന്വേഷണ രീതി. ഈ അന്വേഷണം എങ്ങനെ വരുമെന്ന് പറഞ്ഞില്ല. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. SIT അന്വേഷിച്ചപ്പം ഈ സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ, അനധികൃത സ്വത്ത് വിവരം കണ്ടെത്തിയിട്ടില്ലേ, ഇവരെങ്ങനെ പണം ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് SIT അന്വേഷിച്ചിട്ടുണ്ടോ? ഇത്തരം വിവരങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടും എന്നൊരു വ്യവസ്ഥയിൽ, എങ്ങനെയാണ് ജാമ്യം കിട്ടുന്നത്? 90 ദിവസമായിട്ടും FIR സമർപ്പിച്ച് 90 ദിവസം കുറ്റപത്രം കൊടുക്കാൻ ഗവൺമെന്റ് പ്രോസിക്യൂഷന് സാധിക്കാത്തതുകൊണ്ട് ഇത് അതിന് സ്വാഭാവിക ജാമ്യം എന്ന് പറയും. അത് ഡീഫോൾട്ട് ജാമ്യം, ലാപ്സ് ഉണ്ട്. അതായത് പ്രോസിക്യൂഷൻ്റെ കുറവ് കൊണ്ട് മാത്രം കിട്ടുന്ന ജാമ്യം, അതിൻ്റെ മെറിറ്റ് നോക്കിയല്ല. സമയപരിധി സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റാത്ത വന്നുകൊണ്ട് മാത്രം കിട്ടുന്ന ജാമ്യമാണ്. മെറിറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേസിൻ്റെ മെറിറ്റുമായിട്ട് ജാമ്യത്തിന് യാതൊരു ബന്ധവുമില്ല. ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അന്വേഷണം നിന്നു പോകുന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഇതിനകത്ത് ആവശ്യം എന്താ? സമയമാണ് ആവശ്യം. സമയം എന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ 3-ാം തീയതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, അല്ലെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചത് മേടിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇവിടെ സമയം ആവശ്യമുണ്ട്. ഉന്നതരായ CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തരുത് എന്ന് നിർബന്ധമുണ്ട്. അവിടെ ഇപ്പം വീണ്ടും പഴയ അന്വേഷണ റൗണ്ട് ഒന്നുകൂടെ തുടങ്ങുക. ഇതെല്ലാം എടുത്തൊരു 3-4 മാസം എടുത്തിട്ടാണ് ഇത്രയും അന്വേഷണം പൂർത്തിയാക്കി. ഇനി വീണ്ടും എടുത്ത 3, 4, 8, 10 മാസം എടുത്ത് വീണ്ടും ഈ അന്വേഷണം മുമ്പോട്ട് പോകും. EDയും കുറേ പേരെ ചോദ്യം ചെയ്യും. കരുവന്നൂർ ബാങ്ക് നമ്മൾ കണ്ടതാണ്. കുറച്ച് സ്വത്ത് കണ്ടുകെട്ടി നാട്ടുകാർക്ക് പറയും 1000 കോടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 കോടിയുടെ സ്വത്ത് കണ്ടെത്തി ഞങ്ങൾ ED സ്വത്ത് കണ്ടെത്തി. അപ്പോൾ ED എന്തോ ചെയ്ത മട്ടിലാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം, ED പിണറായി വിജയനെ സഹായിച്ചതുപോലെ, മുൻകാലങ്ങളിൽ സഹായിച്ചതുപോലെ ഇത്തവണയും സഹായിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. കാരണം CPMൻ്റെ ഉന്നത നേതാക്കൾ തന്നെയാണ് ഇതിനകത്ത് കുടുങ്ങാൻ പോകുന്നത്. അതുപോലെ SITയുടെ രൂപീകരണം ഒരർത്ഥത്തിൽ ആരെ സഹായിച്ചിട്ടുണ്ട്? പിണറായി വിജയനെ സഹായിച്ചു. അതെന്തുകൊണ്ടാണ് സഹായിക്കാൻ പറ്റിയത്? ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും പിണറായി വിജയൻ്റെ മറുപടി SIT ആരാണ് നിയമിച്ചിരിക്കുന്നത്? ഹൈക്കോടതി. അവരുടെ അന്വേഷണത്തെ നിയന്ത്രിക്കേണ്ട ചുമതല ആർക്കാണ്? സർക്കാരിൻ്റെ കാര്യങ്ങളിൽ SITയുടെ അന്വേഷണ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പറ്റുമോ? സ്വാഭാവികം അല്ല. ഹൈക്കോടതിയുടെ അന്വേഷണം നടത്തിക്കുന്ന ഒരു ഏജൻസി, നിയമിച്ചിരിക്കുന്ന ഏജൻസിയുടെ സമ്മർദ്ദത്തിലാക്കാൻ ഗവൺമെൻറ്റിന് പറ്റില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനെയാണ്, സമ്മർദ്ദമാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈക്കോടതി അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ അകത്ത് പിണറായി വിജയനൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ആ ഹെൽപ്പിംഗ് ഹാൻഡാണ് അപകടകരം. ഈ SITയുടെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ ഹൈക്കോടതി ഇവരന്വേഷിച്ചിട്ട് സ്വത്ത് കണ്ടുകെത്തിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ പിടിക്കണ്ടേ? നിങ്ങൾ നോക്കിയിട്ട് എന്തുകൊണ്ട് ഈ അനധികൃത സ്വത്ത് കണ്ടുകെട്ടാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യമോടെ പറയണ്ടേ? SITയോട് ചോദിക്കേണ്ടതല്ലേ? SIT ഉദ്യോഗസ്ഥന്മാരും ശിക്ഷിക്കപ്പെടേണ്ടവരായി മാറുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ വിഷയം അന്വേഷിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇവരും കുറ്റവാളികളാകുന്നത്.
അല്ല, ഇത് കിട്ടി, കുറെ വിവരങ്ങൾ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് SITക്ക് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതിലാണ് കാര്യം. അത് സമർപ്പിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് കുറ്റപത്രം സമർപ്പിക്കേണ്ടെന്ന് SIT തീരുമാനിച്ചിരിക്കണം. ഇവർക്ക് ജാമ്യം കിട്ടിക്കോട്ടെ എന്നുള്ള ലീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷൻ എടുത്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് ജാമ്യം കിട്ടണം, കിട്ടിക്കോട്ടെ എന്നാണ് SIT ആഗ്രഹിക്കുന്നത്. SIT ആഗ്രഹിക്കുക. അപ്പോൾ ഈ കേസ് നീട്ടിക്കൊണ്ട്, അല്ലാണ്ട് ഇവരെ വെറുതെ വിടണമെന്നൊന്നും SIT ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ കേസ് അടുത്ത അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെയെങ്കിലും നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ള ഗൂഢോദ്ദേശം എൻ്റെ പുറകിലുണ്ടാകും. അത് ഫേവർ ചെയ്യുന്ന ആരെയാണ്? പിണറായി വിജയൻ. അവിടെയാണ് നമ്മൾ മോഡിയും പിണറായി വിജയനുള്ള ബന്ധത്തെ കാണുന്നത്. പിണറായി വിജയൻ്റെ അപകടം വരുമ്പോൾ പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ പിന്നെ നാശങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, വിനാശകാലങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്കായി ഞാൻ വരും. പിണറായി വിജയന് അപകട സമയം ഉണ്ടാകുമ്പോഴെല്ലാം ഈ രാമഭക്തനായ കൃഷ്ണഭക്തനായ മോഡി അവതരിക്കുന്നുണ്ട്. അതൊരു കൗതുകമാണ്. എപ്പോഴെല്ലാം ഇവർക്ക് ഈ കവടം വന്ന കരുവന്നൂർ വന്നപ്പോഴും, തിരുവനന്തപുരത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നപ്പോഴും, ലൈഫ് മിഷൻ്റെ പദ്ധതി വന്നപ്പോഴും എല്ലാം ഇങ്ങനെ അനുഗ്രഹിക്കാൻ, ലാവലിൻ കേസ് ഉൾപ്പെടെ എല്ലാം അനുഗ്രഹിക്കാനായിട്ട് പിണറായിയുണ്ട്. പിണറായി അനുഗ്രഹിക്കാനായിട്ട് മോഡിയുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റം വരാത്തിടത്തോളം കാലം ഇതിൻ്റെ അകത്ത് സത്യം കണ്ടെത്തും എന്നാരും വിചാരിക്കേണ്ടത്. ഇപ്പോൾ നിയമസഭയൊക്കെ പ്രക്ഷുബ്ധമാക്കുന്ന പറഞ്ഞിട്ട് ഇപ്പോൾ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും കാര്യങ്ങൾ? നിയമസഭ പ്രക്ഷുബ്ധമാക്കുന്നതുകൊണ്ട് ആർക്കാ നഷ്ടം? മറ്റ് ചർച്ചകളൊന്നും നടക്കില്ല. ശബരിമല സ്വർണ്ണക്കുള്ള വാക്കൗട്ടായിട്ട് നടക്കുകയാണ്. ആദ്യം കോൺഗ്രസ്സുകാർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചാറ്. കോൺഗ്രസും ഈ ഹൈക്കോടതിയുടെ അന്വേഷണം തൃപ്തികരമാണെന്ന് ഇവരെപ്പറ്റി ഹൈക്കോടതിയിൽ കമൻറ്റ് പറഞ്ഞു. ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണം തൃപ്തികരമാണെന്നൊരു കമൻറ്റ് ഹൈക്കോടതി അന്വേഷണം കഴിയട്ടെ, സതീശനൊക്കെ പറഞ്ഞ അന്വേഷണം തീരട്ടെ, ഇപ്പോഴും നമ്മളൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് സമരം. ഇപ്പോൾ വീണ്ടും സമരം തുടങ്ങിയിരിക്കുക കോൺഗ്രസ്. എന്തുകൊണ്ടാണ് സമരം തുടങ്ങിയത്? അതിൻ്റെ പുറകെ BJP തുടങ്ങി. BJP ഇറങ്ങാതിരിക്കുക. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സൈലൻ്റായിട്ട് അടിക്കണം ഈ പ്രശ്നത്തിൽ. കാരണം എന്താ? എല്ലാ പാർട്ടികളിലെയും ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്ഡാണ്. അതുകൊണ്ട് തന്നെ ഇവർ സേഫാണ്. ശരിക്കും പ്രതിപക്ഷം പേടിക്കുന്നുണ്ട്. ശരിക്കും പ്രതിപക്ഷം പേടിക്കുന്നില്ല. പ്രതിപക്ഷം ഇപ്പോൾ അങ്ങനെ പേടിക്കില്ലല്ലേ ചെയ്യുന്നത്. കാരണം അവൻ ചെയ്തിട്ടുണ്ടോ, നീയും ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ തൊട്ട് കാണാം. നമ്മളൊരു മഷി തൊട്ടിട്ട് എല്ലാവരുടെ അകത്ത് വിടുന്ന പോലെ ഈ സർക്കാർ കൂടത്തിൽ കൈയിട്ടിട്ട് എല്ലാവരും നക്കിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണഖനിയിൽ നക്കിയിട്ട്, ആ സർക്കാർ കൂടത്തിൽ നക്കിയിട്ട് അക്കാത്തയായിട്ട് ഒരു നേതാവുമില്ല, ഒരു പാർട്ടിയില്ല. അതുതന്നെയാണ് പിണറായി വിജയൻ്റെ ബലവും, പിണറായി വിജയൻ്റെ ഉറപ്പും. അതാ. പിന്നെ നിയമസഭ നിങ്ങൾ എന്നാ ബഹളം വേണേൽ കാണിച്ചു. എന്ത് ബഹളം? അത് പണ്ടും ഉണ്ടായിട്ടില്ലേ പല ബഹളങ്ങളും. അവിടെ വെച്ച് നിന്ന് പോയിട്ടില്ലേ? ബഹളത്തിനപ്പുറത്തേക്ക് ഇവരൊന്നിനും പോകുന്നില്ല. ഒരു കോടതി കേസിൽ കക്ഷിയാകാൻ പറ്റുന്നില്ല. ഈ SITയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ തന്നെ പോവുകയല്ലോ. ഇന്ന വിവരങ്ങൾ അവർ പുറത്തു പറയുന്നില്ല. ഇതാണ് SIT രൂപീകരിച്ച അതിനുള്ള ഹൈക്കോടതി രൂപീകരിച്ച SIT കൊടുക്കുകയും ആ SITയെ പിണറായി വിജയനെ നിയന്ത്രിക്കാൻ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ജയിച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കടകംപള്ളിയെ SIT ചോദ്യം ചെയ്തിട്ട് ആ വിവരങ്ങളൊന്നും എന്താ പുറത്തു വരാതിരുന്നത്? പുറത്തു പറയാനുള്ള വിവരങ്ങളൊന്നും ഇല്ല എന്നുള്ളതായിരിക്കും പറയുന്നത്. അതൊക്കെ തന്നെ SIT എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള നമ്മുടെ പച്ചക്ക് കടകംപള്ളിയുടെ മുമ്പിൽ SIT ഇങ്ങനെ നിൽക്കും. കടകംപള്ളി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എഴുതിയെടുക്കും. പറഞ്ഞില്ലേ, എന്നോട് ചില വിശദീകരണങ്ങൾ ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. അതോടെ പ്രശ്നം തീർന്നു. അപ്പോൾ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണ്. വാസവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണ്. പത്മകുമാർ കൊണ്ടങ്ങ് നിർത്തി. ഒരു പ്രതിയെ കൊടുക്കണമല്ലോ. RSSകാരും മാർക്സിസ്റ്റുകാരൊക്കെ തമ്മിൽ തല്ലുമ്പോൾ പ്രതികളെ കൊടുക്കുന്നവരെന്നറിയോ? പ്രതികളുടെ ലിസ്റ്റ് കൊടുക്കുന്നത് പാർട്ടിയാണ്. RSSൻ്റെ പിന്നെ കൊന്നതിൻ്റെ പേരിൽ 10 പേരെ അപ്പോൾ പാർട്ടിയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ അങ്ങനെ തന്നെയാണ്. പാർട്ടി ഒരു പ്രതിയെ തന്നിട്ടുണ്ട് പത്മകുമാർ. ദൈവതുല്യനായ ആൾക്കാർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ദൈവം ആരെന്ന് ആർക്കും അറിയത്തില്ല. കണ്ടവർ അതിന് പകരം ആൾക്കാർക്ക് സംശയം വരാൻ വേണ്ടി പണ്ട് K എന്ന് ഡയറി കെട്ടില്ലായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയാണോ കരുണാകരനാണോ K എന്ന് കണ്ടപ്പോൾ K കരുണാകരൻ K കുഞ്ഞാലിക്കുട്ടി ഇട്ടു. ഇതാരാന്നുള്ള തർക്കം വന്നു. അതുപോലെ ഈ ദൈവതുല്യൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടൊരു രാജീവരാണോ പിണറായി വിജയനാണോ എന്നുള്ള സംശയം ആൾക്കാർക്കുണ്ടെന്നേ. സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ കോടതി ശക്തമായി ഇടപെടണം. ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ജാമ്യത്തിനൊക്കെ വരുന്ന സിംഗിൾ ബെഞ്ച് സാമാന്യം നല്ല കമൻറ്റ് പറയുന്നത് ആ കോടതിയെ പോലും പുച്ഛിച്ച പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിമാർക്ക് മനസ്സിലാകണം, തങ്ങളുടെ ഒരു സഹപ്രവർത്തനെ പുച്ഛിച്ചിട്ടും പിണറായി വിജയൻ ഇങ്ങനെ പറയാൻ സാധിക്കുന്നതിനെതിരായിട്ട് അവർക്കൊരു നടപടി എടുക്കാൻ പറ്റുന്നില്ല. SITയോട് നാളെ വൈൻഡപ്പ് ചെയ്യാൻ പറയണം.
പുതിയ SIT വെക്കണം. ആ രീതിയിലേക്ക് അന്വേഷണം പോയെങ്കിൽ മാത്രം കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ വെച്ചാരെ മോഡിയെ ഏൽപ്പിക്കുന്നത്. മോഡി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ്. കോട്ടിട്ട മോഡി എന്ന് തിരിച്ച് പറയുന്നത് മോഡി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും. ഇപ്പോൾ കേരളത്തിൽ BJP ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, ഒറ്റ സാധനം കൊടുക്കാതെ ഒരു പൈസ പോലും കൊടുക്കാതെ BJP വരെ വേണമെങ്കിൽ ഇവിടെ കേരളത്തിൽ വിൽക്കപ്പെടും. ആർക്കും? പിണറായിക്ക് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ശബരിമല കൊള്ള എങ്ങും എത്താതെ അവസാനിക്കും. ഇപ്പൊ ED ചോദ്യം, ഇപ്പൊ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്തിട്ട് 2019 മുതൽ 2023 വരെയുള്ള സ്വത്ത് വിവരം നോക്കിയിട്ട് അത് കുറച്ച് ലാവിഷായിട്ടാണ് ഇദ്ദേഹം കഴിഞ്ഞതെന്നും, പിന്നെ ഇദ്ദേഹത്തിന് ഭാര്യയ്ക്ക് അവിടെ NSS ആസ്ഥാനത്ത് ജോലിയുണ്ട് മുരാരി ബാബുവിന്റെ, കുറച്ച് ലാവിഷായിട്ട് കഴിഞ്ഞതെന്നും രേഖകൾ കുറച്ച് കിട്ടിയെന്നും ഒക്കെയുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ആർക്കിട്ട് അത് SITക്കല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ EDക്ക് ഒരു കാര്യം അറിയാമല്ലോ. അപ്പോൾ EDക്ക് പറയാമല്ലോ SITയുടെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ ED ഏൽപ്പിക്കുകയും ഇവരെ SIT അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ. അങ്ങനെ ED ആവശ്യപ്പെടുമോ? SIT ഇപ്പോൾ മോഡി ഇവിടെ വന്ന് പറയണേ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ ഓഫീസാണ്, എന്നിട്ട് പ്രധാനമന്ത്രി നടപടി എടുക്കാതിരിക്കാതെ ഒരു നടപടി എടുക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വേണോ? ഇവിടെ അതാ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ SITക്ക് തന്നെ 21 കേന്ദ്രങ്ങൾ അവർ പരിശോധിച്ച സമയത്ത് സ്വർണം കിട്ടിയല്ലോ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ഇത് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല? എന്താണ് അതിന്റെ ഒരു സമ്മർദ്ദം കൊണ്ട്? സമ്മർദ്ദമൊന്നും അതിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. റിപ്പോർട്ട് സമർപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. പിണറായി വിജയൻ എപ്പോൾ ആഗ്രഹിക്കണം അപ്പോൾ ഹൈക്കോടതി ഈ വിവരങ്ങളൊക്കെ അറിയുന്നില്ല. അപ്പൊ ഹൈക്കോടതിക്ക് ചോദിച്ചൂടെ എന്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല നിങ്ങൾ? അത് ഹൈക്കോടതിയുടെ നിലപാട് രണ്ട് സിംഗിൾ ബെഞ്ച് എടുക്കുന്നത്, ദേവസ്വം ബെഞ്ച് എടുക്കുന്നത്, രണ്ട് നിലപാടെടുക്കുന്നത്. സിംഗിൾ ബെഞ്ച് കറക്റ്റായിട്ട് ഭദ്രതയും കറക്റ്റായിട്ട് നടപടി എടുക്കണം എന്ന് പറയുന്നത്, മറ്റേ ബെഞ്ച് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോടതിയിലുള്ള വിശ്വാസം പോലും ജനങ്ങൾക്ക് പോകുന്നുള്ളതാണ്. പലതരത്തിൽ ജഡ്ജിമാർ പറയുന്നുണ്ട്. ഇത് ഏതായാലും ഒരു കാര്യം ജനത്തിന് ഉറപ്പായി, ഹൈക്കോടതി നേരെ മുകളിലിരുന്ന് നോക്കിയിട്ട് പോലും ഇവിടുത്തെ SITയും പിണറായി വിജയനും അവർ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു. ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തെളിവാകുന്നു. ഇപ്പോൾ ഓരോരുത്തരെ ചോദ്യം ചെയ്തിട്ട് ഇങ്ങനെ മറ്റൊക്കെ കിട്ടിയ തെളിവുകളും കാര്യങ്ങളൊക്കെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ തെളിവുകളെല്ലാം മോഡിയുടെ കയ്യിലിരിക്കും. പിണറായി വിജയനോട് കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം പിണറായി വിജയനെ പേടിപ്പിക്കാനുള്ള ഒരു ആയുധമായിട്ട് ഈ തെളിവുകൾ മോഡിയുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും. അതാണ് സംഭവിക്കുന്നത്.